കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? പണമാണോ നിങ്ങൾക്കൊരു പ്രശ്നം? എങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. സർക്കാർ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നതിന് സർക്കാർ പിന്തുണ നൽകുന്ന 3 ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്കീമാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കീമാണ്. പക്ഷേ ആ സ്കീമിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും സംശയമാണ്. ആ ഒരു സംശയമെല്ലാം ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ലോൺ നേടാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ലോണുകൾ എനിക്ക് പല മാർഗത്തിലൂടെ നേടാൻ സാധിക്കും. ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല മേഖലയിൽ നിന്നോ എനിക്ക് നേടാൻ സാധിക്കും. അവിടെ കൊളാട്രൽ അവർ ആവശ്യപ്പെടും. അത് നൽകാൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയിലൂടെയും ലോൺ ലഭിക്കുമല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ നമ്മൾ കൊളാട്രൽ ഒന്നും തന്നെ നൽകേണ്ടതില്ല. കൊളാട്രൽ ഫ്രീ ആയി നമുക്ക് 20 ലക്ഷം രൂപ വരെ ലോൺ നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ചെറുകിട MSME സംരംഭകരെ ഔദ്യോഗിക ബാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ബിസിനസ് തുടങ്ങാനും ബിസിനസ് വികസിപ്പിക്കാനും ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് സഹായം നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ 3 വിഭാഗമായാണ് തിരിച്ചിരുന്നത്. പക്ഷേ 2024 ഒരു പുതിയ ആഡ് ഓൺ കൂടി ഉണ്ടായി. അതെന്തൊക്കെയാണ്, ഓൾറെഡി ഉണ്ടായിരുന്ന 3 വിഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ നമുക്ക് എല്ലാം നോക്കാം. ആദ്യത്തേത് ശിശു. ഈ ഒരു വിഭാഗത്തിലൂടെ നമുക്ക് 50,000 രൂപ വരെയാണ് ലോൺ നേടാൻ സാധിക്കുന്നത്. ബിസിനസ് ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു തുക നൽകുന്നത്. രണ്ടാമത്തേത് കിഷോർ. ഈ ഒരു വിഭാഗത്തിലൂടെ നമുക്ക് 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. ഈ ഒരു തുക നമുക്ക് വളരുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തേത് തരുൺ. ഈ ഒരു വിഭാഗത്തിലൂടെ നമുക്ക് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ 3 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. 2024 ഒരെണ്ണം ആഡ് ഓൺ ചെയ്തു. ആ ഒരു 4ാമത്തെ വിഭാഗമാണ് തരുൺ പ്ലസ്. മുൻപ് ഞാൻ പറഞ്ഞു, തരുൺ എന്ന വിഭാഗത്തിലൂടെ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ നേടാൻ സാധിക്കും. ആ ഒരു വിഭാഗത്തിലൂടെ ലോൺ എടുത്തവർക്ക് അവരുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തരുൺ പ്ലസിലൂടെ 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ എടുക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ യോഗ്യരായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യുന്ന വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇതിൽ യോഗ്യരാണ്. മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ്, സർവീസ്, അലൈഡ് അഗ്രികൾച്ചർ എന്നിവരും ഈ ഒരു പദ്ധതിയിൽ യോഗ്യരാണ്. ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് മാക്സിമം എമൗണ്ട് ആയി ലഭിക്കുന്നത് 20 ലക്ഷം രൂപ വരെയാണ്. ഇനി നമുക്ക് ഈ ഒരു ലോൺ എവിടെ നിന്നാണ് നമുക്ക് നേടാൻ സാധിക്കുന്നതെന്ന് നോക്കാം. പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, MFIs, NBFCs എന്നിവയിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു മുദ്രാ ലോൺ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മുദ്രാ ലോണിന് വേണ്ടി ഓൺലൈനായും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പ്രധാനമന്ത്രി മുദ്രാ ലോണിന്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ലോണിന് നമ്മൾ കൊളാട്രൽ ഒന്നും തന്നെ നൽകേണ്ടതില്ല. അത് തന്നെയാണ് ഈ ഒരു ലോണിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ശിശു, ഞാൻ പറഞ്ഞു 50,000 രൂപ വരെ നമുക്ക് അതിലൂടെ നേടാൻ സാധിക്കും. അതിൽ നമുക്ക് പ്രോസസിംഗ് ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ് വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുദ്രാ ലോൺ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, ബിസിനസ് പ്ലാൻ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ നൽകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായ ഐഡിയയും അതുപോലെ തന്നെ കൃത്യമായ ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോൺ നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ പ്രധാനമന്ത്രി മുദ്ര
മുദ്ര യോജനയെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്കീമിലേക്ക് കടക്കാം. രണ്ടാമത്തെ സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ഈ ഒരു സ്കീം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, അതുപോലെ തന്നെ സ്ത്രീകൾ എന്നിവർക്ക് വേണ്ടി പിന്തുണ, ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പുതുതായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള സർക്കാർ പിന്തുണ നൽകുക എന്നതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന പദ്ധതിയുടെ പ്രധാന സവിശേഷത. ഈ ഒരു പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നമുക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് 18 വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം എന്നത് മാൻഡേറ്ററി ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമാണ് ഈ ഒരു പദ്ധതിയിൽ മുൻഗണന. 51% ഷെയർ ഹോൾഡിംഗ് ഓണ്ടർപ്രണർക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യമായി ബിസിനസ് ആരംഭിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഫസ്റ്റ് ടൈം ഓണ്ടർപ്രണർക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ബാങ്കിൽ ഡിഫോൾട്ട് ഹിസ്റ്ററി ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ഏതൊക്കെ തരം ബിസിനസ് ആരംഭിക്കുന്നതിനാണ് ഈ ഒരു ലോൺ ലഭിക്കുന്നതെന്ന് നോക്കാം. മാനുഫാക്ചറിംഗ്, സർവീസ്, ട്രേഡിംഗ്, അലൈഡ് അഗ്രികൾച്ചർ, ഗ്രീൻഫീൽഡ് സ്മോൾ ഫാക്ടറീസ് ഓർ വർക്ക്ഷോപ്പ്, എനി ന്യൂ സ്മോൾ എന്റർപ്രൈസസ് എന്നീ തരത്തിലുള്ള ബിസിനസ് ആരംഭിക്കുന്നവർക്കാണ് ഈ ഒരു ലോൺ നേടാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബിസിനസ് പ്ലാൻ, അഡ്രസ് പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് 100% നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലോൺ ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിലൂടെയും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായും അപ്ലൈ ചെയ്യാൻ സാധിക്കും. www.standupmitra.in എന്ന വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ 3 പദ്ധതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 2 പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അവസാനത്തെ 3ാമത്തെ പദ്ധതിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. 3ാമത്തെ പദ്ധതിയുടെ പേരാണ് PMEGP, അതായത് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. PMEGP ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ സർക്കാർ പിന്തുണയാണ്. മിനിമൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയിലൂടെ സബ്സിഡിയും ലോണും നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമീണ നഗര പ്രദേശങ്ങളിലെ മൈക്രോ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. കരകൗശല മേഖലയിലെ വിദഗ്ധരെ മുൻധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് 18 വയസ്സായിരിക്കണം എന്നത് കമ്പൽസറി ആണ്. നിർമ്മാണ മേഖലയിൽ 10 ലക്ഷത്തിൽ കൂടുതലുള്ള പ്രോജക്റ്റുകൾക്കോ സേവന മേഖലയിൽ 5 ലക്ഷത്തിലധികമുള്ള പ്രോജക്റ്റുകൾക്കോ 8 ക്ലാസ് പാസ് നിർബന്ധമാണ്. അത് മാത്രമല്ല സ്വയം സഹായ സംഘങ്ങൾ, ട്രസ്റ്റുകൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയെയും ഉൾപ്പെടുത്തുന്നു. പുതിയ പ്രോജക്റ്റുകൾക്ക് മാത്രമാണ് മുൻഗണന ലഭിക്കുന്നത്. നിലവിലുള്ള പ്രോജക്റ്റുകൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കില്ല. നിലവിലുള്ള പ്രോജക്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പദ്ധതിക്ക് നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് ബിസിനസ് പ്ലാൻ എല്ലാം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് വായ്പ ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിശീലനവും നേടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ 3 പ്രധാനപ്പെട്ട സർക്കാർ സ്കീമുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീമിൽ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായത് അത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാമെന്ന് മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കൂ. നിങ്ങൾക്ക് സർക്കാർ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസും ചെയ്യാവുന്നതാണ്. ബോസ് വാല, ബി ദ ബോസ്.